സ്റ്റേജിലായിരിക്കുന്ന പാസ്റ്ററിനും സന്നിധാനിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം. PIPയുടെ പ്രവർത്തനത്തെ ബാച്ചിലേഴ്സ് മീറ്റ് നടത്തിയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഇവർ നേതൃത്വത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചെറിയൊരു എന്നെ ചിന്തിപ്പിച്ചൊരു കഥ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്നിരുന്നോളാം. കഥയുടെ പേര് പ്രവൃത്തിയുടെ ഫലം എന്നാണ്. അതിന് ആധാരമായൊക്കെ ഒരു വാക്യം വായിച്ചോളാം. നേരിലുള്ള നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. സദൃശവാക്യം 11:3. ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു നല്ലൊരു പർച്ചേസിങ് മാനേജർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല വിശ്വസ്തയോടെ അവിടെ വേല ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ ഒരു കള്ളത്തരം കാണിക്കുകയോ ഒരു തെറ്റ് ചെയ്യാതെ വിശ്വസ്തയോടെ തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ കൂടെയുള്ള സഹപ്രവർത്തകർ പുള്ളിക്കാരനെ കളിയാക്കുന്നു. നീ ഇത്രയും വിശ്വസ്തയായിട്ട് നിന്നിട്ട് നീ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചില്ല. സ്വന്തമായ ഒരു വീടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല. നീ കുറച്ച് കള്ളത്തരമൊക്കെ കാണിച്ചാൽ നിനക്ക് ആരറിയാനാ, നിനക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. എന്നാലൊന്നും അദ്ദേഹം ഒന്നും അങ്ങനെ കള്ളത്തരം കാണിക്കാതെ നേരായി തന്നെ പോയി. ഒരു ദിവസം അവരുടെ ബോസ് വിളിച്ചിട്ട് ഒരു വീടിൻ്റെ പ്ലാൻ കൊടുത്തിട്ട് പറഞ്ഞു, A-to Z കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, എനിക്ക് വേണ്ടി നീ ഒരു വീട് പണിയണം. പക്ഷേ ഓക്കെ, ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്, തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വീട് പൂർത്തിയാക്കി എനിക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സമ്മതിച്ചു. ആ പണി ആരംഭിച്ചു. പുള്ളിയുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടായി, ഞാൻ ഇത്രയും നാളും ഞാൻ ഒന്നും സമ്പാദിച്ചില്ല, ഇത് ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ചാൽ എനിക്ക് കുറച്ച് പൈസയൊക്കെ ഒപ്പിക്കാം, ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ പണി ആരംഭിച്ചപ്പോൾ പുള്ളിക്കാരെ ലോക്കൽ മെറ്റീരിയൽസ് ഉപയോഗിക്കാനും സിമെൻറ്റുകൾ കുറയ്ക്കുവാനും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ, പെയിൻറ്റ്, അതേപോലെ ടൈൽസ്, ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് വീടിൻ്റെ പണിയൊക്കെ ആരംഭിച്ചു. പണി പൂർത്തിയായി. അവരുടെ ബോസ് തിരിച്ചു വന്നപ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായൊരു വീട്. പുള്ളിക്കാരൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത്രയും നാൾ നീ എൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് നിന്നു, ഞാൻ എനിക്ക് ഇതുവരെ നിനക്ക് അങ്ങനെ സാറിന് കൂട്ടിത്തരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നീ ഇത്രയും നാൾ വിശ്വസ്തനായി നിന്നതിൻ്റെ പ്രതിഫലമായിട്ട് ഈ വീട് ഞാൻ തരുന്നു. അന്നേരം അത് കേട്ടപ്പോൾ അവരുടെ മനസ്സാകെ തകർന്നുപോയി. ഞാൻ ഇത്രയും നാൾ നിന്നിട്ട് അവസാന നിമിഷത്തിൽ ഈ തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ജീവിതകാലം മൊത്തം ഇത് അനുഭവിക്കേണ്ടി വരുമല്ലോ. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ നിൽക്കുന്നോ അത് നമുക്ക് അവസാനം ഒരു പ്രതിഫലം തരും. അല്ല, തെറ്റുകൾ ചെയ്താൽ അതിൻ്റെ തെറ്റുകൾ നമ്മൾ ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എവിടെ ആയിരുന്നാലും, നമ്മൾ വീടുകളിലായിരുന്നാലും അല്ലെങ്കിൽ കോളേജുകളിലോ സ്കൂളിലോ നമ്മൾ എവിടെയായിരുന്നാലും വിശ്വസ്തയോടെ നിൽക്കുക. അവസാനം ദൈവം നിങ്ങളെ മാനിക്കും. ഈ PIP അംഗങ്ങളോട് എനിക്കിത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ എവിടെ ആയിരുന്നാലും വിശ്വസ്തയോടെ നിൽക്കുക, ദൈവങ്ങളെ തീർച്ചയായും മാനിക്കും.